അത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു അവരുടെ പല ബില്ലുകളും അവിടുത്തെ ഗവർണർ തടഞ്ഞു വെച്ചു, അകാരണമായ ഡിലേ വരുത്തി. അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബില്ലുകൾ അയച്ചാൽ കേരളത്തിലും ആ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ബില്ലുകൾ മന്ത്രിസഭ എടുത്ത തീരുമാനം അനുസരിച്ച്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുത്ത തീരുമാനം അനുസരിച്ച്, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്ത തീരുമാനം അനുസരിച്ച് ഗവർണർക്ക് അയക്കുന്നത്, അത് ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത് അത് പരിശോധിച്ചിട്ട് തിരിച്ചയക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് എന്തെങ്കിലും അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് തിരിച്ചയക്കും. അത് പരിഗണിച്ച് ഗവൺമെൻറ് കറക്റ്റ് ചെയ്ത് വീണ്ടും അയച്ച് അങ്ങനെ ഗവർണർ ഉത്തരവ് വരാം. അല്ലാത്ത നയപരമായ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവർണറുടെ അവിടെ അത് പാസ്സാക്കാതെ മാസക്കണക്കിന് ചിലപ്പം വെച്ചെന്ന് വരും. ചിലപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ഭരണഘടനാ ലംഘനാപരമായ സംഭവമാണോ എന്നൊരു സന്ദേഹം, ഒരു സംശയമൊക്കെ വന്നാൽ ഗവർണർക്ക് ഇന്ത്യൻ പ്രസിഡന്റിൽ അയച്ചു കൊടുക്കും. അതും സർവ്വസാധാരണമാണ്. പക്ഷേ ഗവർണറുടെയും പ്രസിഡന്റിൻ്റെയും ഈ ബില്ലുകൾ പരിശോധിക്കുന്നതിന് സമയക്രമം ഭരണഘടനയെ പറഞ്ഞിട്ടില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്.